ഒരു കാര്യത്തിൽ നീതി കിട്ടാൻ അത് നിങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെ ആകണമെന്നുണ്ടോ? ഒരു കാലത്ത് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഇതിനുത്തരം അതെ എന്നായിരുന്നു. പക്ഷേ ആ ഉത്തരം മൊത്തത്തിൽ മാറ്റിയെഴുതിയ ഒരു വിപ്ലവകരമായ ഒരു ടൂളുണ്ട്, പൊതുതാൽപര്യ ഹർജി. അപ്പോ ഇതെങ്ങനെയാണ് സാധാരണക്കാരുടെ കയ്യിലെ നീതിയുടെ താക്കോലായി മാറിയെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ചോദ്യം അത്ര സിമ്പിളല്ല. ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് ഇതൊരു യാഥാർത്ഥ്യമായിരുന്നു. തങ്ങൾക്കു വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാതെ, കോടതി മുറികൾ എന്താണെന്ന് പോലും അറിയാതെ നീതി നിഷേധിക്കപ്പെട്ട ഒരു വലിയ ജനവിഭാഗം. ഈ ഒരു വലിയ പ്രശ്നത്തിനുള്ളൊരു ഉത്തരമായിട്ടാണ് പൊതുതാൽപര്യ ഹർജി വരുന്നത്. അപ്പോൾ ഇതാണ് പൊതുതാൽപര്യ ഹർജി കൊണ്ടുവന്ന ഏറ്റവും അടിസ്ഥാനപരമായ മാറ്റം. ഈ സ്ലൈഡ് കാണിക്കുന്നത് പോലെ തന്നെ നിയമം വളരെ സിമ്പിളായി. പണ്ട് നിങ്ങൾക്ക് വ്യക്തിപരമായ ഒരു പ്രശ്നമുണ്ടെങ്കിൽ മാത്രമേ കോടതിയിൽ പോകാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ ഈ പുതിയ ടൂൾ വന്നതോടെ സമൂഹത്തിലെ പാവപ്പെട്ടവർക്കോ അല്ലെങ്കിൽ ശബ്ദമില്ലാത്തവർക്കോ വേണ്ടി സംസാരിക്കാൻ ഏതൊരു ഇന്ത്യൻ പൗരനും മുന്നോട്ട് വരാമെന്നായി. ചുരുക്കി പറഞ്ഞാൽ, ഇത് എന്റെ പ്രശ്നം എന്ന ചിന്തയിൽ നിന്ന് നമ്മുടെ പ്രശ്നം എന്നതിലേക്കുള്ള ഒരു വലിയ മാറ്റമായിരുന്നു. ശ്രീ, ഈ മാറ്റം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് പഴയ സിസ്റ്റം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം, അല്ലേ? എന്തുകൊണ്ടാണ് സാധാരണക്കാർക്ക് നീതി എന്നതൊരു പൂട്ടിക്കിടന്ന വാതിൽ പോലെയായിരുന്നത്? ഈ നിയമപരമായ വാക്കാണ് ലോക്കസ് സ്റ്റാൻഡി. ഇതിന്റെ അർത്ഥം വളരെ ലളിതമാണ്. നിങ്ങളൊരു കേസ് ഫയൽ ചെയ്യുമ്പോൾ കോടതി നിങ്ങളോട് ചോദിക്കുന്നത് പോലെയാണ്, നിങ്ങൾക്കിവിടെ എന്ത് കാര്യം, നിങ്ങൾക്കിതിൽ നേരിട്ട് എന്ത് ബന്ധം എന്ന്. നിങ്ങൾക്ക് വ്യക്തിപരമായ ഒരു നഷ്ടം സംഭവിച്ചിട്ടില്ലെങ്കിൽ കേസ് കൊടുക്കാൻ പറ്റില്ല. ഈ ഒരൊറ്റ നിയമം കാരണം പാവപ്പെട്ടവരും അരികുവൽക്കരിക്കപ്പെട്ടവരും തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തവരുമായ ഒരു വലിയ വിഭാഗം ആളുകൾ നിയമവ്യവസ്ഥയ്ക്ക് പുറത്തായിരുന്നു. പക്ഷേ ഈ പൂട്ടിക്കിടുന്ന വാതിൽ തുറക്കാൻ ഒരു പുതിയ താക്കോല് വേണ്ടി വന്നു. ആ താക്കോലായിരുന്നു ഇന്ത്യയിലെ പൊതുതാൽപര്യ ഹർജിയുടെ ഉദയം. ഇതൊരു പ്രത്യേക ചരിത്ര സാഹചര്യത്തിലാണ് സംഭവിക്കുന്നത്. 1975 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനങ്ങൾക്കിടയിൽ ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയ്ക്ക് വലിയ ഇടിവ് സംഭവിച്ചിരുന്നു. ആ വിശ്വാസം വീണ്ടെടുക്കാൻ അവർക്ക് എന്തെങ്കിലും ചെയ്യണമായിരുന്നു. അപ്പോൾ നീതിയെ സാധാരണക്കാരിലേക്ക് എത്തിക്കാനുള്ളൊരു വഴിയായിട്ടാണ് അവരിതിനെ കണ്ടത്. ഇതിന്റെ ആശയം ശരിക്കും അമേരിക്കയിൽ നിന്നാണ് വന്നതെങ്കിലും നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങൾക്കനുസരിച്ച് ജസ്റ്റിസ് ഭഗവതിയും ജസ്റ്റിസ് കൃഷ്ണയ്യരും അതിനെ അടിമുടി മാറ്റി കൂടുതൽ ശക്തമായൊരു രൂപത്തിലേക്ക് കൊണ്ടുവന്നു. ലോക്കസ് സ്റ്റാൻഡി എന്ന പഴയ നിയമത്തിൽ വലിയ ഇളവുകൾ വരുത്തിക്കൊണ്ട് അവർ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ മുഖം തന്നെ മാറ്റിയെഴുതി. ഇനി ഈ സ്ലൈഡിൽ പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കണം, കാരണം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഉപകരണം എത്രത്തോളം സിമ്പിളാക്കിയെന്ന് നോക്കൂ. നിങ്ങൾക്ക് ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ നേരിട്ട് സുപ്രീം കോടതിയിലോ ഒരു പൊതുതാൽപര്യ ഹർജി കൊടുക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു സാധാരണ പോസ്റ്റ് കാർഡ് മതിയായിരുന്നു സുപ്രീം കോടതിയിൽ ഒരു കേസ് തുടങ്ങാൻ. അത്രയ്ക്ക് ലളിതമാക്കി മാറ്റി. അതുമാത്രമല്ല, ഇതിന് കോർട്ട് ഫീസ് കൊടുക്കണ്ട എന്നതും സാധാരണക്കാർക്ക് ഒരു വലിയ ആശ്വാസമായിരുന്നു. ശരി, അപ്പോൾ ഈ നിയമപരമായ ഉപകരണം വെറും കടലാസിൽ ഒതുങ്ങിയോ? ഇല്ല. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ എന്തു മാറ്റങ്ങളാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് ചില പ്രധാനപ്പെട്ട കേസുകളിലൂടെ ഒന്ന് നോക്കാം. നമ്മുടെ ഭരണഘടന തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആർട്ടിക്കിൾ 21, ജീവിക്കാനുള്ള അവകാശം. വെറുതെ ജീവിക്കാനല്ല, അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം. പൊതുതാൽപര്യ ഹർജികൾ ഈ ഒരൊറ്റ അവകാശത്തിന് എത്രത്തോളം പുതിയ അർത്ഥങ്ങൾ നൽകിയെന്ന് നമുക്ക് കാണാം. ആദ്യത്തേത് ഹുസൈനാര ഖാത്തൂൺ കേസ്. വിചാരണ പോലും കിട്ടാതെ വർഷങ്ങളോളം ജയിലുകളിൽ മറന്നുപോയ ആയിരക്കണക്കിന് ആളുകൾ. ഈ ഒരൊറ്റ ഹർജിയാണ് അവർക്ക് സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചം കാണിച്ചുകൊടുത്തത്. അതുപോലെ നഗരങ്ങളിലെ തെരുവോരത്ത് കച്ചവടം ചെയ്തു ജീവിക്കുന്ന സാധാരണക്കാരുടെ ജീവിതമാർഗമാണത്. ഓൾഗ ടെല്ലിസ് കേസിൽ അവരുടെ ഉപജീവനത്തിനുള്ള അവകാശം ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണെന്ന് കോടതി ഉറപ്പിച്ചു പറഞ്ഞു. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ മാത്രം ഒതുങ്ങിയില്ല, ഭരണതലത്തിലുള്ള വലിയ അഴിമതിയും കെടുകാര്യസ്ഥതയും ചോദ്യം ചെയ്യാനുള്ള ഒരു പവർഫുൾ ടൂളായി മാറി പൊതുതാൽപര്യ ഹർജികൾ. നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ 2 അഴിമതികളായിരുന്നു ഇവ. കോടിക്കണക്കിന് രൂപയുടെ പൊതുസ്വത്ത് നഷ്ടപ്പെട്ട ഈ തീരുമാനങ്ങളെ നേർക്കുനേർ ചോദ്യം ചെയ്യാൻ മുന്നോട്ട് വന്നത് പൊതുതാൽപര്യ ഹർജികളാണ്. സർക്കാരിനെ ശരിക്കും വിറപ്പിച്ച ചരിത്രപരമായ ഇടപെടലുകളായിരുന്നു അത്. ഒരു പൊതുതാൽപര്യ ഹർജിക്ക് എത്ര ദൂരം വരെ പോകാൻ പറ്റും, എത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്ന് കാണിക്കുന്ന ഒരു പെർഫെക്റ്റ് എക്സാമ്പിളുണ്ട്. നമുക്ക് ആ കഥയിലേക്ക് കുറച്ചും കൂടി ആഴത്തിൽ പോകാം. ഇത് ശരിക്കും ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഭൻവാരി ദേവിക്ക് നീതി കിട്ടാൻ നിലവിലൊരു നിയമമില്ലാതിരുന്ന സാഹചര്യത്തിൽ ഒരു പൊതുതാൽപര്യ ഹർജിയിലൂടെ സുപ്രീംകോടതി തന്നെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കി. പിന്നീട് ഈ മാർഗനിർദ്ദേശങ്ങളെല്ലാം നമ്മുടെ പാർലമെന്റ് ഒരു ദേശീയ നിയമമാക്കി മാറ്റി. ഇതിന്റെ ശക്തിയൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു വ്യക്തിയുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം രാജ്യത്തെ കോടിക്കണക്കിന് സ്ത്രീകൾക്ക് തൊഴിലിടങ്ങളിൽ സുരക്ഷയൊരുക്കുന്നൊരു നിയമമായി മാറുന്നു. അപ്പോ
ഇത്രയൊക്കെ കേൾക്കുമ്പോൾ പൊതു താൽപര്യ ഹർജി ഒരു മാന്ത്രിക വഴി പോലെ തോന്നാം അല്ലേ? എന്നാൽ ഏതൊരു ശക്തമായ ഉപകരണത്തെയും പോലെ ഇതിനും അതിൻ്റെതായ പരിമിതികളും വെല്ലുവിളികളുമുണ്ട്. ഒരു സംശയവുമില്ല, പൊതു താൽപര്യ ഹർജി ഇന്ത്യൻ സമൂഹത്തിന് നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. അത് ദുർബലർക്ക് ശബ്ദം നൽകി, പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ സഹായിച്ചു, ഭരണകൂടത്തെ ചോദ്യം ചെയ്യാൻ പഠിപ്പിച്ചു. പക്ഷേ ഇതിനൊരു മറുവശം കൂടിയുണ്ട്. ചിലർ സ്വന്തം പ്രശസ്തിക്കു വേണ്ടി മാത്രം മാധ്യമങ്ങളിൽ വരാൻ വേണ്ടി കേസുകൾ ഫയൽ ചെയ്യാൻ തുടങ്ങി. ഇതിനെ ആളുകൾ പരിഹസിച്ച് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്നുപോലും പറയാറുണ്ട്. അതുപോലെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കും വ്യക്തിപരമായ വൈരാഗ്യങ്ങൾക്കും വേണ്ടി ഇത് ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന വലിയൊരു വിമർശനവുമുണ്ട്. ഇത് കോടതികളുടെ ഭാരം കൂട്ടുകയാണെന്നും ചിലർ വാദിക്കുന്നു. എല്ലാ വിമർശനങ്ങളും അവിടെ നിൽക്കട്ടെ, പക്ഷേ ഈയൊരു വാക്യം, ഇതാണ് പൊതുതാൽപര്യ ഹർജിയുടെ യഥാർത്ഥ സംഭാവനയെ ഏറ്റവും മനോഹരമായി സംഗ്രഹിക്കുന്നത്. അത് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കി, നീതിയെ കുറച്ച് ആളുകളുടെ മാത്രം കുത്തകയല്ലാതാക്കി മാറ്റി. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളൊരു പൊതു താൽപര്യ ഹർജിയെക്കുറിച്ച് കേൾക്കുമ്പോൾ സ്വയം ചോദിക്കുക, ഇത് ശരിക്കും ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണോ, അതോ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളാണോ ഇതിനു പിന്നിൽ? ഇത്രയും ശക്തമായൊരു നിയമപരമായ ഉപകരണം അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. നന്ദി.